ദ്വാരകയിലായിരുന്ന കൃഷ്ണൻ തന്റെ പ്രിയ സഹോദരിപുത്രന്റെ ആയുധാഭ്യാസങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു. പക്ഷെ ചിന്തകൾ പാണ്ഡവരുടെ വനവാസത്തിന്റെ അവസാന നിമിഷത്തിലായിരുന്നു. വനവാസം 12 വർഷവും അവസാന 1 വർഷം അജ്ഞാതവാസവുമാണ് പാണ്ഡവർക്ക് നൽകിയ പിഴ. കേൾക്കുമ്പോൾ 12 വർഷത്തെ വനവാസമാണ് കഠിനമെന്ന് തോന്നുമെങ്കിലും കാര്യം അങ്ങനെയല്ല. ഈ അവസാനത്തെ അജ്ഞാതവാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. തങ്ങളുടെ വ്യക്തിത്വം ആരാലും അറിയാതെ ആയിരിക്കണം ഈ 1 വർഷം ജീവിക്കേണ്ടത്. ഈ ഒരു രീതിയിൽ ജീവിച്ചാൽ മാത്രമേ അവർക്ക് തങ്ങളുടെ രാജ്യം തിരികെ ലഭിക്കൂ. ഇനി അഥവാ അവരുടെ വ്യക്തിത്വം പുറം ലോകം അറിഞ്ഞാൽ വീണ്ടും 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും നേരിടേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ 12 വർഷത്തേക്കാൾ അതികഠിനമാണ് അവസാനത്തെ ആ 1 വർഷം. ആ വർഷത്തിലേക്കാണ് അവരിപ്പോൾ കടക്കുവാൻ പോകുന്നത്. ദുര്യോധനനും ഈ 1 വർഷത്തിനായാണ് കാത്തിരുന്നത്. എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിച്ചാൽ 12 വർഷത്തേക്ക് നോക്കേണ്ട എന്ന ചിന്ത അയാളെ രസിപ്പിച്ചിരുന്നു. വലിയ ഒരു പടയെയാണ് ദുര്യോധനൻ ഇതിനായി ജോലി ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ തന്റെ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി സൈന്യങ്ങളെ പല വിഭാഗങ്ങളായി തരംതിരിച്ചു. 5 പുരുഷന്മാരെയും 1 സ്ത്രീയെയും ഒരുമിച്ച് എവിടെ കാണുന്നുവോ അപ്പോൾ വിവരം അറിയിക്കണമെന്നായിരുന്നു ഏക കൽപ്പന. ദുര്യോധനന്റെ കൽപ്പന പ്രകാരം സൈന്യങ്ങൾ പാണ്ഡവരെ തേടിയുള്ള യാത്ര പല ദിക്കിലായി ആരംഭിച്ചു. എന്നിരുന്നാലും പാണ്ഡവർക്ക് ദുര്യോധനന്റെ ഇനിയുള്ള ഓരോ നീക്കങ്ങളും മനസ്സിൽ നിശ്ചയമായിരുന്നു. അതിനാൽ ഇനി വനത്തിൽ രഹസ്യമായി ജീവിക്കുന്നത് ഒട്ടും ബുദ്ധിപരമല്ല എന്ന് പാണ്ഡവർക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റൊരിടം അനിവാര്യമായിരുന്നു. ഇനിയുള്ള 1 വർഷം തങ്ങൾക്ക് സുരക്ഷിതമായി നിലനിന്നു പോകാൻ തൊട്ടടുത്തുള്ള വിരാട രാജാവ് ഭരിക്കുന്ന മത്സ്യരാജ്യം തന്നെയാണ് നല്ലതെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവിടുത്തെ രാജാവായ വിരാടൻ ദുർബലനായ ഒരു രാജാവായിരുന്നു. പൂർണ്ണമായും അദ്ദേഹത്തിന്റെ പത്നിയുടെ സഹോദരനായ കീചകന്റെ നിയന്ത്രണത്തിലായിരുന്നു ആ രാജ്യം. അയാളായിരുന്നു ആ രാജ്യത്തിന്റെ സൈന്യാധിപൻ. ദിവസങ്ങൾ മുൻപോട്ട് പോയി. സൈന്യങ്ങൾ പലയിടങ്ങളിൽ പാണ്ഡവരെ തിരഞ്ഞുകൊണ്ടേയിരുന്നു. ഹസ്തിനപുരത്ത് ദുര്യോധനൻ തന്റെ സൈന്യങ്ങളുടെ ശുഭവാർത്ത ഏറിയ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ദുര്യോധനന്റെ ചെവികളിൽ തിരികെ വന്ന സൈന്യങ്ങളിൽ നിന്നും മറ്റൊരു വാർത്തയാണ് കേൾക്കുവാനിടയായത്. അവർ അവസാനമായി കഴിഞ്ഞിരുന്ന വനമൊക്കെ ഞങ്ങൾ തെരഞ്ഞു. പക്ഷേ അതിനു മുന്നേ ദുര്യോധനന്റെ ദേഷ്യം അലർച്ചയിലൂടെ പ്രകടമാക്കി. പാണ്ഡവരെ കണ്ടെത്തിയേ മതിയാകൂ എന്ന വാശി ദുര്യോധനൻ വീണ്ടും സൈന്യങ്ങളെ അറിയിച്ചു. പക്ഷേ ഇത്തവണ സൈന്യങ്ങൾക്ക് ശകുനിയുടെ ഉപദേശങ്ങളും വ്യക്തമായി പറഞ്ഞുകൊടുത്തു. അതിനാൽ പാണ്ഡവരെ കണ്ടെത്തുക എന്നത് സൈന്യങ്ങളിൽ തന്നെ ഒരു മത്സരമായി മാറി. ആ ഒരു സമയം മത്സ്യരാജ്യത്തിന്റെ അതിർത്തിയിൽ 6 അപരിചിതർ പ്രത്യക്ഷപ്പെട്ടു. കൊട്ടാരത്തിൽ ജോലി അന്വേഷിച്ചു വന്നവരാണവർ. ഭാഗ്യവശാൽ ആ 6 പേർക്കും അവിടെ ജോലി കിട്ടുകയും ചെയ്തു. ഒന്നാമത്തെയാൾ കങ്കനായിരുന്നു. ഒരു ബ്രാഹ്മണനായിരുന്നു അയാൾ. രാജാവിന്റെ പകിട കളിക്കുള്ള ആളായിരുന്നു അയാൾ. അയാളുടെ കണ്ണുകളിൽ എപ്പോഴും ഒരു രാജകീയ പ്രൗഢി നിലനിന്നിരുന്നു. രണ്ടാമത്തെയാൾ വല്ലഭനാണ്. രാജകീയ അടുക്കളയിലെ പാചകക്കാരനായി ജോലി ചെയ്യുന്ന ആളാണ്. ഒരു പാചകക്കാരന്റെ ശരീരഭാഷയായിരുന്നില്ല അയാൾക്ക്. അയാളുടെ ഭീമമായ കൈകൾ അടുക്കളയിലെ പാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകുമായിരുന്നു. പിന്നെയുള്ളത് 2 ഇരട്ട സഹോദരന്മാരായിരുന്നു. ഒരാൾ കന്നുകാലികളെ നോക്കുവാനും ഒരാൾ കുതിരകളെ നോക്കുവാനും നിന്നു. അവസാനത്തെ ആൾക്ക് രാജ്ഞിയുടെ പുതിയ തോഴിയായി ജോലി കിട്ടി. സൈരന്ധ്രി എന്നതായിരുന്നു അവളുടെ പേര്. അങ്ങനെ വിരാട രാജാവിന്റെ കൊട്ടാരത്തിൽ അവർ ഓരോരുത്തരും തങ്ങളുടെ പുതിയ ജീവിതം തുടങ്ങി. പകൽ സമയത്ത് അവർ തങ്ങളുടെ വേഷങ്ങളിൽ പൂർണ്ണമായും മുഴുകി. എന്നാൽ രാത്രികളിൽ രഹസ്യമായി കണ്ടുമുട്ടി അവർ തങ്ങളുടെ പദ്ധതികൾ പങ്കുവച്ചു. ദുര്യോധനൻ അപ്പോഴും തിരച്ചിൽ തന്നെയാണ്. ഇത്തവണ അയാൾ ഗുഹകളൊക്കെ തിരയുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല, പുതിയ ഒരു പ്രത്യേക സൈന്യത്തെ പോലും അയാൾ ഇതിനായി ചുമതലപ്പെടുത്തിയിരുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഫലമുണ്ടായില്ല. ദുര്യോധനൻ ആകെ ആശയക്കുഴപ്പത്തിലായി. വിരാടന്റെ പുത്രിയായ ഉത്തര രാജകുമാരിക്ക് സംഗീതത്തിലും നൃത്തത്തിലും അതിയായ ഇഷ്ടമുണ്ടായിരുന്നു. അതിനാൽ ഒരു നൃത്ത അധ്യാപികയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ കൊട്ടാരത്തിൽ ആരംഭിച്ചു. പക്ഷേ അധികം താമസിക്കാതെ തന്നെ കങ്കൻ ബൃഹന്നള എന്ന സ്ത്രീയെ രാജാവിന് മുന്നിൽ പരിചയപ്പെടുത്തി. ആ സന്ധ്യയിൽ കൊട്ടാരത്തിൽ ഒരു അസ്വസ്ഥത നിലനിന്നിരുന്നു. രാജ്ഞിയുടെ സഹോദരനും രാജ്യത്തിന്റെ സൈന്യാധിപനുമായ കീചകൻ കൊട്ടാരത്തിലേക്ക് വരുന്ന വാർത്ത എല്ലാവരെയും അസ്വസ്ഥരാക്കി.
തന്റെ സഹോദരിയെ കാണാൻ വരുന്നതായിരുന്നു അയാൾ. പക്ഷേ സൈരന്ധ്രിയെ കണ്ട നിമിഷം മുതൽ അയാളുടെ കണ്ണുകൾ അവളെ പിന്തുടർന്നു തുടങ്ങി. സൈരന്ധ്രിയുടെ സൗന്ദര്യം അയാളുടെ മനസ്സിനെ കീഴ്പ്പെടുത്തി. തന്റെ മോഹങ്ങൾ കടിമപ്പെട്ട് അയാൾ അവളോട് വിവാഹാഭ്യർത്ഥന നടത്തി. എന്റെ മറ്റു ഭാര്യമാരെ ഞാൻ ഉപേക്ഷിക്കാം, നിന്നെ രാജ്ഞിയാക്കാം, അവരെല്ലാം നിന്റെ ദാസിമാരായി മാറും. സൈരന്ധ്രിയുടെ മുഖത്ത് വേദന നിഴലിച്ചു. ഞാനൊരു വെറും ദാസിയാണ്. അങ്ങയുടെ ഈ ആദരവിന് ഞാൻ അർഹയല്ല. ഞാൻ വിവാഹിതയാണ്. 5 ശക്തരായ ഗന്ധർവന്മാരാണ് എൻ്റെ ഭർത്താക്കന്മാർ. സൈരന്ധ്രി മറുപടി നൽകി. തന്റെ അഭ്യർത്ഥന നിരസിക്കപ്പെട്ടതോടെ കീചകന്റെ മുഖം കോപം കൊണ്ട് വിറച്ചു. അയാൾ നേരെ സഹോദരി സുദേഷ്ണയുടെ അടുത്തേക്ക് പോയി. നിനക്ക് നിന്റെ സഹോദരനോട് ഇത്രയും സ്നേഹമേ ഉള്ളോ? സൈരന്ധ്രിയെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. കീചകന്റെ വാക്കുകൾ സുദേഷ്ണയുടെ ഹൃദയത്തെ പിളർത്തി. സഹോദര സ്നേഹത്തിന് മുന്നിൽ അവൾ കീഴടങ്ങി. അവർ സൈരന്ധ്രിയെ വിളിപ്പിച്ചു. എൻ്റെ സഹോദരൻ കീചകന്റെ മുറിയിൽ പുതിയ തരം മദ്യം കൊണ്ടുവന്നിട്ടുണ്ട്. അത് രാജാവിന് വേണ്ടിയുള്ളതാണ്. നീ പോയി അത് വാങ്ങിക്കൊണ്ടുവരണം. ചതി മണത്തറിഞ്ഞ സൈരന്ധ്രി വിറച്ചുപോയി. എന്നോട് ക്ഷമിക്കണം. മറ്റു വല്ല ദാസിയെയും അയക്കണം. സുദേഷ്ണയുടെ സ്വരം കർക്കശമായി. ഇല്ല, നീ തന്നെ പോകണം. ഇതാണ് എൻ്റെ തീരുമാനം. അതിന് മറുപടി കൊടുക്കാൻ സൈരന്ധ്രിക്ക് കഴിഞ്ഞില്ല. സൈരന്ധ്രിയുടെ ഹൃദയമിടിപ്പ് കൂടി. ആ സൗന്ദര്യം തന്നെ അവൾക്ക് ശാപമായി മാറിയിരിക്കുന്നു. തനിക്കായി ഒരുക്കിയ കെണിയിലേക്ക് സൈരന്ധ്രി നടന്നെടുത്തു. അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു അവിടെ സംഭവിച്ചത്. കീചകൻ അവളെ പിടിച്ചു വലിക്കാൻ ശ്രമിച്ചു. ഉടനടി അവൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് രാജസദസ്സിലെത്തി. രാജസദസ്സിൽ സൈരന്ധ്രി മുട്ടുകുത്തി. പിന്നാലെ എത്തിയ കീചകൻ സദസ്സിന് മുന്നിൽ വെച്ച് അവളുടെ കവിള് താഞ്ഞടിച്ചു. സൈരന്ധ്രിയുടെ വായിൽ നിന്ന് ചോര ഒലിച്ചിറങ്ങി. ആരും ഒന്നും മിണ്ടിയില്ല. കണ്ടു നിന്ന കങ്കൻ ഒരു കല്ല് പോലെ അനങ്ങാതെ നിന്നു. സൈരന്ധ്രിയുടെ നിലവിളി കേട്ട് അടുക്കളയിൽ നിന്നും പാചകക്കാരനായ ഭല്ലവൻ ഓടി വന്നു. പാചകക്കാരൻ എന്താണ് ഇവരുടെ കാര്യം? കങ്കന്റെ ആ ചോദ്യം അയാളെ എന്തോ ഒന്ന് ഓർമ്മിപ്പിച്ചു. ഞാൻ സാധനങ്ങൾ തീർന്നത് പറയാൻ വന്നതായിരുന്നു. അയാളുടെ കൈ ദേഷ്യം കൊണ്ട് ചുരുട്ടിയിട്ടുണ്ടായിരുന്നു. ആ കൈയും വെച്ച് അയാൾ അടുക്കളയിലേക്ക് നടന്നു. കീചകൻ ഇതെല്ലാം കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. നീ കരഞ്ഞാലും ഇല്ലെങ്കിലും നീ എനിക്ക് തന്നെയാണ് എന്ന് പറഞ്ഞ് കീചകൻ അവിടെ നിന്നും നീങ്ങി. കുറച്ചു സമയത്തിനകം എല്ലാവരും പിരിഞ്ഞുപോയി. സൈരന്ധ്രി ഒറ്റയ്ക്ക് വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് പുറകിൽ ഒരാളുടെ അനക്കം അവൾ അറിഞ്ഞത്. ആളാരാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇന്നത്തെ രാത്രിയിൽ അവനെ നീ നൃത്തശാലയിലേക്ക് കൊണ്ടുവരണം. ശേഷം കീചകന്റെ മുന്നിലേക്ക് അപ്രതീക്ഷിതമായി സൈരന്ധ്രി നടന്നു കയറി. അത് അയാളെ കൂടുതൽ അത്ഭുതപ്പെടുത്തി. തന്നെ കാണുമ്പോൾ തന്നെ ഭയപ്പെട്ടിരുന്നവൾ ഇപ്പോൾ തന്റെ മുന്നിൽ സ്നേഹനിധിയായി വന്നിരിക്കുന്നു. ഞാൻ നിങ്ങളെ എതിർത്ത് നിന്നത് ഒരിക്കലും നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ്? ഉള്ളിലെ ഭയം എന്നെ തേടി വന്നിരിക്കുന്നു. ഭയമോ? സൈരന്ധ്രി, ആരെയാണ് നീ ഭയക്കുന്നത്? ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോൾ. എല്ലാം ഞാൻ പറയാം. ഇപ്പോൾ നമുക്ക് മാത്രമായി സംസാരിക്കാനുള്ള സാഹചര്യമില്ല ഇവിടെ. ഇന്ന് രാത്രിയിൽ ഞാൻ കാത്തിരിക്കും നൃത്തശാലയിൽ. വരണം. അങ്ങനെ കീചകൻ കാത്തിരുന്നു, അവളോട് മാത്രമായി അലിഞ്ഞു ചേരുവാൻ വേണ്ടി. ഇരുണ്ട ആ രാത്രിയിൽ നിശബ്ദതയിലായിരുന്ന കൊട്ടാരത്തിലൂടെ കീചകൻ നൃത്തശാലയിലേക്ക് നടന്നു വരികയായിരുന്നു. നൃത്തശാലയിൽ എത്തിയ കീചകന് മുന്നിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സൈരന്ധ്രിയെ കണ്ടതും അയാളുടെ മോഹം പൂത്തുലയാൻ തുടങ്ങി. സൈരന്ധ്രി, ഈ ഒരു നിമിഷം എന്റെ സ്വപ്നമായിരുന്നു. പെട്ടെന്നായിരുന്നു ഒരു നിഴൽ കീചകന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ നിഴലിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് അയാളുടെ കണ്ണുകൾ വേഗം കുതിച്ചു. ഇരുട്ടിൽ അയാളുടെ മുഖം വ്യക്തമായി കാണുവാൻ സാധിച്ചില്ല. ഏയ്, ആരാണ് നീ? അയാൾ അവിടെ മൗനമായി തന്നെ നിന്നു. പറയൂ, ആരാണെന്ന്. പിറ്റേ ദിവസം ഞെട്ടലോടെയാണ് ആ വാർത്ത മത്സ്യരാജ്യം കേൾക്കുവാനിടയായത്. മത്സ്യരാജ്യത്തിലെ സൈന്യാധിപനായ കീചകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആരാണ് ഇത് ചെയ്തതെന്ന ചോദ്യം അവരെയെല്ലാം ആശങ്കയിലാഴ്ത്തി. ഹസ്തിനപുരത്താണെങ്കിൽ പാണ്ഡവരെ തേടിയുള്ള അന്വേഷണം ദുര്യോധനൻ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടേയിരുന്നു. പക്ഷേ എങ്ങും അവരെ പറ്റിയുള്ള വാർത്ത കേൾക്കുവാനിടയായില്ല. അങ്ങനെ കർണന്റെ നിർദ്ദേശപ്രകാരം അന്വേഷണത്തിന്റെ രീതികളിൽ ചില മാറ്റങ്ങൾ വരുത്തി. ഇനിയുള്ള അന്വേഷണം കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് പുണ്യസ്ഥലങ്ങളിലും ഓരോ രാജ്യങ്ങളിലെ സന്യാസ മഠങ്ങളിലുമാണ്.
അതുകൊണ്ട് തന്നെ മറ്റൊരു ശക്തരായ സൈന്യങ്ങളെ അന്വേഷണത്തിനായി ചുമതല കൊടുത്തു. പതിവ് പോലെ തന്നെ പാണ്ഡവരെ പറ്റിയുള്ള ശക്തമായ തിരച്ചിലിനിടയിലേക്കായിരുന്നു ദുര്യോധനനെ കാണുവാൻ ദുശാസനൻ ചില വിവരങ്ങളുമായി എത്തിയത്. ആ ഒരു വാർത്ത ദുശാസനൻ അവർക്കിടയിൽ പങ്കിട്ടു. എന്നാൽ എല്ലാവരും ആ വാർത്തയെ ഗൗരവത്തോടെ കണ്ടെങ്കിലും ദുര്യോധനന് മാത്രം നിസ്സാരമായി തോന്നി. എന്നാൽ കർണൻ ആ വാർത്തയുടെ തീവ്രമായ ഒരു രഹസ്യം ദുര്യോധനന് മുന്നിൽ ബോധ്യപ്പെടുത്തി. ദുര്യോധന, കീചകന്റെ മരണം നിസ്സാരമായി എനിക്ക് തോന്നുന്നില്ല. അതേ ജ്യേഷ്ഠ, കീചകനെ നേർക്ക് നിന്ന് പോരാടി തോൽപ്പിക്കുക എന്നത് പ്രയാസമാണ്. ദുശാസന, നിർത്തു നിങ്ങളുടെ ഈ സംസാരം. അതും പറഞ്ഞുകൊണ്ട് ദുര്യോധനൻ ആ സംസാരത്തിനിടയിൽ നിന്നും വേർതിരിഞ്ഞു പോകുകയായിരുന്നു. ദുര്യോധന, കീചകന്റെ മരണത്തിനു കാരണം ചിലപ്പോൾ പാണ്ഡവരാണെങ്കിലോ? ആ നിമിഷം ദുര്യോധനൻ അവിടെ നിശ്ചലമായി നിന്നു. കീചകൻ കൊല്ലപ്പെട്ടത് ഒരായുധത്തിന്റെ ബലത്തിലാണ്. ആ ആയുധം ഭീമന്റെ കൈവശമുള്ളതുമാണ്. ദുര്യോധനനിൽ സംശയം ഓരോ ചോദ്യങ്ങളായി മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നു. അതേ സമയത്താണ് ദുര്യോധനനെ കാണുവാൻ വേണ്ടി കുറച്ച് സംഘങ്ങൾ ഹസ്തിനപുരത്തെത്തിയത്. സുശർമനായിരുന്നു ആ സംഘത്തിലെ പ്രധാന അതിഥി. ദുര്യോധനന്റെ സുഹൃത്താണ് അയാൾ. അയാളുടെ വരവിൽ പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. എന്നാൽ താൻ കേട്ട ചില കാര്യങ്ങൾ ദുര്യോധനന് മുന്നിൽ വ്യക്തമാക്കി. ദുര്യോധനൻ തന്റെ മുഖം ദുശാസനനിലേക്കും കർണനിലേക്കും മാറി മാറി നോക്കുകയുണ്ടായി. കാരണം ദുശാസനൻ അറിഞ്ഞ അതേ വാർത്ത തന്നെയാണ് സുശർമൻ വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ ദുര്യോധനന് ഒരു കാര്യം മനസ്സിലായി: പാണ്ഡവർ തീർച്ചയായും മത്സ്യരാജ്യത്ത് തന്നെ ഉണ്ടാകും. സുശർമൻ ഈ ഒരു കാര്യം പറയുവാൻ വേണ്ടി മാത്രമല്ല തന്നെ കാണുവാൻ വന്നതെന്ന് ദുര്യോധനൻ അറിയാം. സുശർമ്മ, നിനക്ക് എന്താണ് വേണ്ടത്? സുശർമൻ ചെറുചിരിയോടെ ദുര്യോധനനെ തന്നെ നോക്കി നിന്നു. മത്സ്യരാജ്യത്താണെങ്കിൽ വിരാടൻ അസ്വസ്ഥതയിലായിരുന്നു. കീചകന്റെ മരണം അയാളെ ഉൾഭയത്തിലാക്കി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പരിചയമില്ലാത്ത ചില മുഖങ്ങൾ മത്സ്യരാജ്യത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. അവരുടെ എണ്ണത്തിൽ വർധനവ് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ചു പേരടങ്ങുന്ന സംഘം ഒരു കുടിലിന് സമീപത്തെത്തി. രാജസദസ്സിലായിരുന്ന വിരാട രാജാവിന് മുൻപിലേക്ക് അനുവാദം ചോദിക്കാതെ ഒരതിഥി കയറി വന്നു. അയാളുടെ മുഖം സന്തോഷത്തിൽ ജ്വലിക്കുന്നുണ്ടായിരുന്നു. അയാൾ വിരാട രാജാവിന്റെ മുൻപിലെ ഇരിപ്പിടത്തിൽ തന്നെ വന്നിരുന്നു. എന്നിട്ട് ചെറുചിരിയോടെ സ്വയം പരിചയപ്പെടുത്തി. തൃഗർത്ത രാജ്യത്തിലെ രാജാവാണ് ഞാൻ, സുശർമൻ. പെട്ടെന്നായിരുന്നു ഒരാൾ സദസ്സിലേക്ക് ഓടി വന്നത്. പ്രഭു, നമ്മുടെ രാജ്യം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആകെ സുശർമന്റെ ചിരി പടർന്നു. കണ്ടു നിന്ന വിരാടൻ നിശ്ചലമായി നോക്കി നിന്നുപോയി. കാരണം അയാൾക്കിനി എന്ത് ചെയ്യണമെന്നതിന് പൂർണ്ണതയുണ്ടായിരുന്നില്ല. നമ്മുടെ സൈന്യങ്ങൾ നിങ്ങളുടെ രാജ്യം ഉടനീളം കൈക്കലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഉടനീളം ആക്രമണം നടത്തി അവിടെയുള്ള സമ്പത്തും പശുക്കളും തന്റേതാക്കി മാറ്റിയിരുന്നു സുശർമൻ. ഇത് കേട്ടതും തന്റെ ആയുധങ്ങൾ കൊണ്ട് വിരാടൻ സുശർമനെതിരെ പോരാടിയെങ്കിലും അധികം വൈകാതെ തന്നെ തോൽവി സമ്മതിക്കേണ്ടി വന്നു. ഉടനടി തന്നെ വിരാടനെ ബന്ദിയാക്കി. തന്നെയും രാജ്യത്തെയും രക്ഷിക്കാൻ ആരും തന്നെ ഇല്ല എന്ന തോന്നൽ വിരാടനെ തളർത്തിയിരുന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു മത്സ്യരാജ്യത്തിലെ പുതുതായി വന്ന ജോലിക്കാർ അവിടേക്ക് കടന്നുവന്നത്. കൂട്ടത്തിൽ വിരാടന്റെ വിശ്വസ്തനായ കങ്കനുമുണ്ടായിരുന്നു. അവരെ കണ്ട സുശർമൻ തന്റെ സൈന്യങ്ങളോട് അവരെ പിടിച്ചുകെട്ടുവാൻ ആവശ്യപ്പെട്ടു. ആ ഒരു നിമിഷം തന്നെ കങ്കന്റെ ശബ്ദം അവിടെ ആകെ പരന്നുകയറി. കങ്കന്റെ ദേഷ്യം പാചകക്കാരനായ വല്ലഭനോട് കൽപ്പിക്കുകയുണ്ടായി. കലവറയിൽ പാചകം ചെയ്യുവാൻ മാത്രമല്ല നിന്റെ ജോലി, വല്ലഭ, രാജാവിനെ മോചിതനാക്കൂ. പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ സുശർമന്റെ സൈന്യങ്ങൾക്ക് നേരെ അലറലോടെ വല്ലഭൻ വന്നു നിന്നു. കണ്ടുനിന്ന വിരാടനും മറ്റുള്ളവരും ഞെട്ടി. കാരണം വല്ലഭനെ ഒരിക്കൽ പോലും ഇതുവരെ കണ്ടിരുന്നില്ല. തന്റെ ശത്രുക്കളെ ഓരോന്നായി നീക്കം ചെയ്തുകൊണ്ടേയിരുന്നു വല്ലഭൻ. മറുഭാഗത്ത് മറ്റു ജോലിക്കാർ സുശർമന്റെ ഓരോ പടയാളികളെയും അടിച്ചമർത്തിക്കൊണ്ടേയിരുന്നു. തങ്ങളുടെ രാജ്യത്ത് കൊള്ളയടിക്കാൻ വന്ന സുശർമനെ വല്ലഭൻ അധികം സമയം കളയാതെ തന്നെ പിടിച്ചുകിട്ടി. കണ്ടുനിന്ന വിരാടന്റെ ഉള്ളിൽ അറിയാതെ തന്നെ ധൈര്യം അയാളെ തേടി വന്നു. അങ്ങനെ വിരാടൻ സുശർമനെ നോക്കി തന്റെ കൽപ്പന അവതരിപ്പിച്ചു. നമ്മുടെ രാജ്യം ഇല്ലാതാക്കാൻ വന്ന ഇവനെ ഇവിടെ വെച്ച് തന്നെ വകവരുത്തുക. പക്ഷേ അതിനെതിരായി ഒരു അഭിപ്രായം വന്നു. അതും വിരാട രാജാവിന്റെ വിശ്വസ്തനായ കങ്കനിൽ നിന്നും.
ഇപ്പോൾ അയാളെ വകവരുത്തുകയാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് ഒരിക്കലും നല്ലതായിരിക്കില്ല. വിരാടൻ കങ്കന്റെ വാക്കുകളോട് എതിരായി ഒരഭിപ്രായം പോലും പറഞ്ഞില്ല. കാരണം തന്റെ രാജ്യത്തെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് കങ്കന്റെ ഒരൊറ്റ വാക്കുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വിരാടൻ കങ്കന്റെ തീരുമാനത്തോട് തന്നെ യോജിച്ചു. തന്റെ രാജ്യത്തിനു വേണ്ടി കങ്കൻ ഒരിക്കലും തെറ്റായ തീരുമാനം എടുക്കില്ല എന്ന് വിരാടന് ബോധ്യമായിരുന്നു. അങ്ങനെ സുശർമ്മനെയും സൈന്യത്തെയും മത്സ്യരാജ്യത്തു നിന്നും പറഞ്ഞയച്ചു. ആ പരാജയം അയാളെ കൂടുതൽ അമർഷത്തിലാക്കി. അങ്ങനെ സുശർമ്മൻ വീണ്ടും തന്റെ സുഹൃത്തായ ദുര്യോധനനെ കാണുവാൻ വേണ്ടി പോയി. ദുര്യോധനനോട് സുശർമ്മൻ അവിടുത്തെ സംഭവവികാസങ്ങൾ വ്യക്തമായി പറഞ്ഞുകൊടുത്തു. സുശർമ്മന് പാണ്ഡവരെ നേരിൽ വ്യക്തമായി മനസ്സിലായില്ലെങ്കിലും പാണ്ഡവർ മത്സ്യരാജ്യത്ത് തന്നെ ഉണ്ടെന്നുള്ള കാര്യം ദുര്യോധനൻ ഉറപ്പായി കഴിഞ്ഞിരുന്നു. കാരണം സുശർമ്മനെ വധിക്കാതെ തിരികെ പറഞ്ഞയച്ചത് തന്നെയായിരുന്നു. ആ നിമിഷം ദുര്യോധനന്റെ ഉള്ളിൽ പകയുടെ കനൽ മെല്ലെ കത്തിയിരിയുവാൻ തുടങ്ങി. അന്വേഷണമെല്ലാം നിർത്തി നമ്മുടെ സൈന്യങ്ങളോട് തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞോളൂ യുദ്ധത്തിനായി. മത്സ്യരാജ്യം ആക്രമിച്ചുകൊണ്ട് പാണ്ഡവരെ കണ്ടെത്തുവാൻ ദുര്യോധനൻ മനസ്സിലുറപ്പിച്ച തീരുമാനമായിരുന്നു. പക്ഷേ പല തടസ്സങ്ങളുണ്ടായിരുന്നു. ധൃതരാഷ്ട്രർ, ഭീഷ്മ, ഗുരുക്കന്മാർ ഇവരുടെയെല്ലാം സമ്മതം വാങ്ങിക്കൊണ്ട് ഒരിക്കലും പാണ്ഡവരെ കണ്ടെത്തുവാൻ വേണ്ടി മത്സ്യരാജ്യം ആക്രമിക്കാൻ അവർ സമ്മതം നൽകില്ല. എന്നിരുന്നാലും അവരെ നേരിൽ കാണുവാൻ തന്നെ ദുര്യോധനൻ തീരുമാനമെടുത്തു. ഹസ്തിനപുരത്ത് ദുര്യോധനൻ രാജസദസ്സിൽ കാത്തിരുന്നു, ഭീഷ്മയുടെയും ധൃതരാഷ്ട്രരുടെയും വരവിനായി. പക്ഷേ ദുര്യോധനൻ അവർക്ക് മുന്നിൽ മറ്റൊരു നുണയാണ് പ്രചരിപ്പിച്ചത്. ദുര്യോധന, നീ പറയുന്നത് സത്യമാണോ? അതെ പിതാവേ, സത്യമാണ്. നമ്മുടെ രാജ്യത്തെ ഇല്ലാതാക്കുവാനാണ് വിരാടൻ തീരുമാനമെടുത്തിരിക്കുന്നത്. തന്റെ പിതാവ് ഈ ഒരു യുദ്ധത്തിന് സമ്മതം തരുമെന്ന് വ്യക്തമായി. പക്ഷേ രാജ്യത്തിന്റെ സമാധാനം മാത്രം ആഗ്രഹിക്കുന്ന ഭീഷ്മ പിതാമഹൻ ഒരിക്കലും സമ്മതം തരില്ല എന്ന് ദുര്യോധനൻ ഉറപ്പായിരുന്നു. അതുകൊണ്ടുതന്നെ ഭീഷ്മയുടെ വാക്കുകൾ എന്താണെന്നറിയാൻ വേണ്ടി ദുര്യോധനൻ നോക്കി നിന്നു. അപ്പോഴാണ് ധൃതരാഷ്ട്രർ ഭീഷ്മയോട് ആ കാര്യം പറഞ്ഞത്. പിതാമഹ, നമ്മുടെ രാജ്യത്തിനു വേണ്ടി അവർ ഈ യുദ്ധത്തിന് പോകണം. തന്റെ രാജ്യത്തിനപ്പുറം ഭീഷ്മയ്ക്ക് മറ്റൊന്നുമില്ലായിരുന്നു. അതിനാൽ കൂടുതലൊരു സംസാരത്തിന്റെ ആവശ്യമില്ലെന്ന് ഭീഷ്മയ്ക്കറിയാം. ഈ ഒരു വാർത്ത സന്തോഷത്തോടെയായിരുന്നു തന്റെ സംഘങ്ങൾക്കിടയിലേക്ക് ദുര്യോധനൻ അറിയിച്ചത്. ശേഷം യുദ്ധത്തിനായുള്ള നടപടിക്രമങ്ങൾ ഓരോന്നായി ഹസ്തിനപുരത്ത് നടന്നുകൊണ്ടേയിരുന്നു. അതേസമയം തന്റെ രാജ്യം കൈക്കലാക്കുവാൻ വേണ്ടി ആർക്കും ധൈര്യമുണ്ടാവില്ല എന്ന ഉറപ്പ് വിരാടന് വളരെയേറെ ആത്മവിശ്വാസം നൽകി. കാത്തിരിപ്പിന് വിരാമമായി ഇനി പോരാട്ടത്തിന്റെ തിരികൾ കൊളുത്തുവാൻ ഹസ്തിനപുരത്തു നിന്നും വൻ സൈന്യങ്ങളുമായി ദുര്യോധനൻ യാത്രയാരംഭിച്ചു. എന്നാൽ ഹസ്തിനപുരത്തിന്റെ ശക്തി എത്രത്തോളം കഠിനമാണെന്നുള്ളത് മത്സ്യരാജ്യം അറിയണം. അതുകൊണ്ട് ദുര്യോധനനെ തനിച്ചായിരുന്നില്ല കൊട്ടാരത്തിൽ നിന്നും പറഞ്ഞയച്ചത്. സഹോദരൻ ദുശാസനനും ശകുനിയും ദ്രോണാചാര്യരും മകൻ അശ്വത്ഥാമയും പിന്നെ കർണനും. എന്നാൽ അവർക്കൊരു പടി മുന്നിൽ മറ്റൊരാളുമുണ്ടായിരുന്നു, ഭീഷ്മ.